തലയില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. തൊട്ടു പിന്നാലെ അടുത്ത ദിവസം ഈ തല ഒരു നായ കടിച്ചെടുത്ത് പോകുന്നത് കണ്ടു. വയലാർ സ്വദേശിയായ KM വിജയൻ എന്ന 61-കാരൻ്റെ മൃതശരീരത്തിലെ തലയാണ് ഈ നായ കടിച്ചു കൊണ്ടുപോയത്. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ ഇടയായതെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. നമസ്കാരം. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചേർത്തലയിൽ ട്രെയിൻ ഇടിച്ച് മരിച്ചയാളുടെ മൃതശരീരം തലയില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. തൊട്ടു പിന്നാലെ അടുത്ത ദിവസം ഈ തല ഒരു നായ കടിച്ചെടുത്ത് പോകുന്നത് കണ്ടു. പിന്നീട് പോലീസ് ഇത് കസ്റ്റഡിയിലെടുത്തു നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. വയലാർ സ്വദേശിയായ KM വിജയൻ എന്ന 61-കാരൻ്റെ മൃതശരീരത്തിലെ തലയാണ് ഈ നായ കടിച്ചു കൊണ്ടുപോയത്. ഈ തല കണ്ടെത്താതെ തന്നെ പോലീസ് ഈ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തി പിന്നീട് സംസ്കരിക്കുകയും ചെയ്തിരുന്നു. കാവിൽ സെൻറ്റ് മൈക്കിൾസ് പള്ളിയിലായിരുന്നു ഈ മൃതശരീരം സംസ്കരിച്ചത്. മൃതദേഹം അരിക്കുറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിനുശേഷമായിരുന്നു ബന്ധുക്കൾക്ക് വിട്ട് നൽകിയത്. ഇദ്ദേഹം വീട്ടിലുണ്ടായ സഹോദരനുമായി ഉണ്ടായ ചെറിയൊരു തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തതെന്നാണ് പറയുന്നത്. അതിൻ്റെ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ശരീരാവശിഷ്ടങ്ങളെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി വേഗം തന്നെ മറവ് ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊന്നും പോലീസ് കൃത്യമായി പരിശോധിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വേർപെട്ടുപോയ തല കണ്ടെത്താൻ പോലീസിന് കഴിയാതിരുന്നത്. അങ്ങനെയാണ് ഈ സംസ്കാരം നടത്തിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം നായ ഈ തല കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം നാട്ടുകാർ കാണുന്നത്. അങ്ങനെയാണ് പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് എത്തി ഈ തല കണ്ടെടുക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയുമായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മറവ് ചെയ്ത പള്ളിയിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ ഇടയായതെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കളൊന്നും പരാതിയൊന്നും നൽകിയിട്ടില്ല. നാട്ടുകാരിൽ ചിലർ ഉന്നയിച്ചത് സംശയമാണിത്. പോലീസ് കൃത്യമായി ഇത് പരിശോധിക്കാത്തത് കൊണ്ടാണ് ഈ തല കിട്ടാതിരുന്നത്. അങ്ങനെയാണ് ഈ തല കിട്ടാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മറവ് ചെയ്തത് എന്നുള്ള ഒരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ആർ. പിയൂഷ്, മറുനാടൻ മലയാളി, കൊച്ചി.